അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. തിരുവനന്തപുരം മേയറും സച്ചിൻ ദേവ് MLA-യും KSRTC ഡ്രൈവറും ഉൾപ്പെട്ട തർക്കത്തിൽ വഴിത്തിരിവ്. നടക്കുന്നത് ഡ്രൈവറെ കുടുക്കാനുള്ള നീക്കമോ, നടന്നത് അധികാരത്തിന്റെ ഹുങ്കോ, തെളിവുകൾ ഇല്ലാതാക്കിയോ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. അഭിലാഷ്, ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം എത്രയൊക്കെ ചർച്ച ചെയ്താലും ഹരിചന്ദ്രനായും പെരുങ്കള്ളിയായും തുടരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അദ്ദേഹം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു. പോലീസ് ആ സ്പോട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നു. അദ്ദേഹത്തെ കൊണ്ടുപോയി ലഹരി പരിശോധനയ്ക്ക് വിധേയനാക്കുന്നു. അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്നു. നന്നായി. റെഡ് സിഗ്നൽ നിർത്തിയപ്പോഴാണ് ഞങ്ങൾ പോയി സംസാരിച്ചതെന്ന് പറയുന്നു. പച്ചക്കള്ളമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. അവിടെ ഗ്രീൻ സിഗ്നൽ വരുമ്പോൾ അതിന് മുന്നിലേക്ക് ഇടതുവശത്തുകൂടി വണ്ടി ഓവർടേക്ക് ചെയ്ത സീബ്ര ലൈനിൽ ക്രോസ് ഇട്ടുകൊണ്ടാണ് ആ വാഹനം തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അങ്ങനെ പറയുന്നവരെ പച്ചക്കള്ളി എന്നല്ലേ പറയേണ്ടത്? വായിൽ നല്ല നോണയൊന്നും വന്നില്ലടാ. ഈ ലൈംഗിക ചേഷ്ട കാണിക്കുന്ന വെച്ചാൽ ഒരു KSRTC ബസ് ഓടിക്കുന്ന ഒരാൾക്കും കാണിക്കാൻ പറ്റത്തില്ല. അത് കാണിച്ചാലും ഒരു കാറുകാരൻ കാണാൻ ഒരു വഴിയില്ല. ബസ്സും ആണെങ്കിൽ ഓക്കെ അല്ലേ? അതെ. ഇപ്പൊ പറയുന്ന CCTV ദൃശ്യമായാലും മറ്റേ മെമ്മറി കാർഡ് ആയാലും ഞാൻ കൊണ്ടുപോയെന്നാണ് പറയുന്നത്. അതെ. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്നാണ് മാഡത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. ഞാൻ കൊണ്ടുപോയെന്ന്. എനിക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല, കിട്ടിയാലേ എനിക്ക് ഉപയോഗമുള്ളൂ. അഭിലാഷ് ഈ ടെലിവിഷൻ ചർച്ചയിൽ ചില വാക്കുകളായി ഉന്നയിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല. അതൊരു ലൈംഗിക അതിക്രമമാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. മാനസികമോ ശാരീരികമോ ആയി സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ആളുകൾക്കെല്ലാം ഇത്തരത്തിലുള്ള സുവർണ അവസരങ്ങൾ ടെലിവിഷനിൽ കൊടുക്കുകയും ചെയ്യുന്നതിന്റെ മെസ്സേജ് എന്താണ്? ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. മിണ്ടിപ്പോരുതിനി. 2, അത്തരത്തിൽ ഒരു ലൈംഗിക അതിക്രമവും ലൈംഗിക അധിക്ഷേപവും നടത്തി എന്ന് പരാതിക്കാരി ഉന്നയിക്കുന്ന ഒരാളെ ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ലൈംഗിക അതിക്രമ കേസിൽ ഒരാളെ വ്യാജമായി പെടുത്തലും ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? സിനിമ സ്റ്റൈലില് ചേസ് ചെയ്യുന്നു, സീബാ ക്രോസിംഗിൽ കൊണ്ടുപോയിട്ട് വണ്ടി ഇങ്ങനെ കുറുകെ ഇടുന്നു. അതിനുശേഷമുള്ള ഷോ എല്ലാവരും ശ്രദ്ധിക്കും. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഒന്നുമില്ല, CCTV കാണുന്നില്ല, ദൃശ്യങ്ങൾ മാഞ്ഞുപോയി. ഇതല്ലല്ലോ ചെയ്യേണ്ടത്. നിയമവാഴ്ചയുള്ള സംസ്ഥാനമല്ലേ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനമല്ലേ കേരളം? എന്റെ അമ്മയെ നാട്ടിച്ച്. ഇവരെ പാർട്ടിയിൽ ആരും ഇല്ല, പീഡിപ്പിക്കാത്ത ആളുകളും ഇല്ല. എല്ലാം നല്ല ആൾക്കാരാണ്, നല്ല സത്യസന്ധന്മാരായിട്ടുള്ള പാർട്ടിക്കാരാണ്, നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. പീഡന വീരന്മാരേ ഇല്ല. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഈ മാഡത്തിന്റെ പേരിലും ഈ MLA സാറിന്റെ പേരിലും എത്രമാത്രം കേസുണ്ട്. എന്നെക്കാട്ടി എനിക്ക് 1, 2, 3 കേസുണ്ടെന്ന് പറയുന്നു. ഇവർക്ക് 500, 400, 200 കേസ്. 2 ദിവസമായിട്ട് ഇദ്ദേഹം ഈ ചാനലിൽ ലൈംഗിക അതിക്രമം കാണിക്കുന്നവൻ, മുണ്ടുപൊക്കി കാണിക്കുന്ന. ഞാൻ മുണ്ടല്ല എടുത്തിരുന്നത്, പാന്റാണ് ഇട്ടിരുന്നത്. പാന്റാണ് ഇട്ടിരുന്നത്, പാന്റാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഞാനൊന്നും പറയുന്നില്ല സാറേ. മേയറായിരിക്കുന്ന സ്ഥലത്തല്ലേ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്? മേയർക്ക് നേരെ പോകാമായിരുന്നല്ലോ, അവിടെ സംസാരിക്കാമായിരുന്നല്ലോ. നിയമം കയ്യിലെടുക്കാൻ ആരാണ് അനുമതി നൽകിയിട്ടുള്ളത്? എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ